തമിഴ്നാട് സ്വദേശിയെ തൃശൂരിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കോയമ്പത്തൂർ സ്വദേശിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അനീഷ് തന്നെയാണ് ഈ വാർത്തയും നോക്കുന്നത്. അനീഷ്, അതായത് ഈ 4 പേരടങ്ങുന്ന ഒരു സംഘം ഈ ആളെ ആംബുലൻസ് വിളിച്ചുകൊണ്ട് ആശുപത്രിയിൽ അയച്ചു എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ പിന്നെ കണ്ടെത്തി കഴിഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ വിവരങ്ങൾ? ഏതെങ്കിലും തരത്തിലൊരു ദുരൂഹത ആരോപിക്കുന്നുണ്ടോ പോലീസോ മറ്റോ? തീർച്ചയായും ഭദ്ര, ഇയാളുടെ മരണത്തിൽ കൃത്യമായ ദുരൂഹതയുണ്ട്. പോലീസ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒരു നിഗമനത്തിൽ എത്തിയിട്ടുള്ളത് ഇയാളെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ളൊരു കണക്കുകൂട്ടലിൽ തന്നെയാണ് പോലീസ്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും പാലിയേക്കരയിൽ നിന്നാണ് ഇയാളെ കോയമ്പത്തൂരിൽ നിന്നും വിളിച്ചു വരുത്തി പാലിയേക്കരയിൽ നിന്നും കാറിൽ കയറ്റിയാണ് ഈ 4 അംഗ സംഘം ഈ വാഹനവുമായി കയ്പമംഗലം ഭാഗത്ത് എത്തിയത്. കയ്പമംഗലം ഫിഷറീസ് സ്കൂളിന് സമീപത്ത് വെച്ച് ഇന്നലെ രാത്രി 11:30-ഓടെയാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. ഇതിനിടെ കാറിൽ വെച്ച് മർദ്ദിച്ചു എന്നൊരു കണക്കുകൂട്ടലിലാണ് പോലീസ്. മർദ്ദിച്ച് അവശനായി ആള് കാറിൽ വെച്ച് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം എന്നൊരു കണക്കുകൂട്ടലിൽ തന്നെയാണ് പോലീസ്. ഒടുവിൽ പിടിക്കപ്പെടും എന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ആംബുലൻസ് വിളിച്ച് അപകടത്തിൽ പരിക്ക് പറ്റിയതാണ് എന്ന് പറഞ്ഞ് ആംബുലൻസിൽ ഇയാളെ കയറ്റി ആശുപത്രിയിലേക്ക് വിടുകയായിരുന്നു. ബാക്കി 4 പേർ ഞങ്ങൾ പുറകെ വന്നുകൊള്ളാം എന്ന് ആംബുലൻസുകാരോട് പറഞ്ഞതായും പറയുന്നുണ്ട്. ഇതിനുശേഷം ഇവർ ആംബുലൻസിന് പുറകെ പോകാതെ 4 പേരും അവിടെ നിന്ന് കടന്നു കളയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതാണ് പോലീസിന് ഇതിലൊരു ദുരൂഹത ആദ്യഘട്ടത്തിൽ തോന്നിയത് കയ്പമംഗലം പോലീസിന്. പിന്നീട് ഇയാളെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതാണെന്നുള്ള ഒരു കണക്കുകൂട്ടലിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. എന്നാലും ഈ 4 പേരും അവിടെ നിന്നും കടന്നു കളഞ്ഞ 4 പേരും കണ്ണൂർ സ്വദേശികളാണ് എന്നൊരു കണക്കുകൂട്ടൽ ഇപ്പോൾ കയ്പമംഗലം പോലീസ് കണ്ണൂരിൽ എത്തിയിട്ടുണ്ട്. ഈ 4 പേർക്കുമായിട്ടുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. എന്തായാലും സാമ്പത്തിക തർക്കമാണ് ഇത്തരത്തിൽ ഇയാളെ മർദ്ദിച്ച് കൊലപ്പെടുത്താനുണ്ടായ ഒരു കാരണം എന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായ നിഗമനം. എന്തായാലും ഈ 4 പേരെ പിടികൂടിയാൽ മാത്രമേ ഇതിന്റെ പുറകിലുള്ള സത്യാവസ്ഥ പുറത്തു വരൂ. എന്ത് തരം സാമ്പത്തിക ഇടപാടാണ്, ലീഗലാണോ അല്ലെങ്കിൽ ഇല്ലീഗലായി എന്തെങ്കിലും സാമ്പത്തിക ഇടപാടാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. എന്തായാലും സാമ്പത്തിക തർക്കമാണ് ഇത്തരത്തിൽ ഇയാളെ മർദ്ദിക്കാനും പിടിക്കപ്പെടും എന്നായപ്പോൾ ആംബുലൻസ് വിളിച്ച് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് വിടാനും അവിടെ നിന്ന് കടന്നു കളയാനും ഒക്കെ ഉണ്ടായ സാഹചര്യം എന്നാണ് പോലീസിന്റെ ഒരു വിലയിരുത്തലുള്ളത്. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പോലീസിന് കൃത്യമായി ഈ രക്ഷപ്പെട്ട 4 പേരെയും കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ട്. കണ്ണൂർ സ്വദേശികളായ മലയാളികളാണ് ഇത്തരത്തിൽ ഈ തമിഴ്നാട് സ്വദേശിയെ വിളിച്ചു വരുത്തി ഇത്തരത്തിൽ ആക്രമിച്ചെന്നുള്ളൊരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കയ്പമംഗലം പോലീസ് ഇപ്പോൾ കണ്ണൂരിലെത്തിയിട്ടുള്ളതും ഈ 4 പേരെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ഇവർ പിടിക്കപ്പെട്ടാൽ മാത്രമേ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, എന്തുതരം സാമ്പത്തിക ഇടപാടാണ് ഇത്തരത്തിൽ ആക്രമണത്തിൽ കലാശിച്ചത്, ഒരാളുടെ ജീവൻ എടുക്കുന്ന നിലയിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങൾ ഇനിയും പോലീസ് അന്വേഷിച്ച് വ്യക്തമാക്കേണ്ടതുണ്ട്. പോലീസ് അതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രാഥമിക ഘട്ടത്തിൽ ഇതൊരു കൊലപാതകം തന്നെയാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. കോയമ്പത്തൂർ സ്വദേശിയായ അരുണാണ് മർദ്ദനമേറ്റ് മരിച്ചിട്ടുള്ളത്. ഭദ്ര. ശരി, അനീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.